നമ്മുടെ ചവിട്ടിയുടെ രണ്ടാം ഭാഗമാണ്. നമ്മൾ ഇന്നലെ അതെല്ലാം മാർക്ക് ചെയ്ത് തയ്ക്കുകയും ചെയ്തായിരുന്നു. ഇന്ന് നമ്മൾ അതിനകത്തേക്ക് തുണി എങ്ങനെ ഫില്ല് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓരോ തയ്യലിന് ആ ഇതിനകത്തൂടെയും നമ്മൾ തുണി എങ്ങനെ ഫില്ല് ചെയ്തത് നിറയ്ക്കാമെന്ന് നോക്കാവേ. അതായത് നമ്മൾ ഒരു കട്ടിയുള്ള തുണി ഇച്ചിരി കട്ടിയിലെടുത്തോണം, കാരണം ഇച്ചിരി ഒന്ന് പൊങ്ങി നിൽക്കണം. എന്നിട്ട് നമ്മൾ അതിനകത്തേക്ക് ഒരു ചരട് കെട്ടിയോ ഒരു സെറ്റിപ്പിനും കൊണ്ടോ നമുക്ക് ആ ഹോളിലൂടെ അത് വലിച്ച് ഇപ്പുറത്ത് കൊണ്ടുവരണം. അങ്ങനെ നമ്മളെല്ലാം ആ തയ്ച്ചിരിക്കുന്ന എല്ലാം നമ്മൾ ഫില്ല് ചെയ്യണം ഇതുപോലെ. അത് പഴയ തുണി മതി കേട്ടോ, അതിന് പുത്തൻ തുണി ഒന്നും വേണ്ട. പക്ഷേ അത് ഇച്ചിരി ഒന്ന് പൊങ്ങി നിൽക്കാൻ ഇച്ചിരി കട്ടിയിലങ്ങ് ഇട്ടോണം. എന്നിട്ട് നമ്മൾ അത് ആ കട്ടിയിലെടുക്കുന്ന ആ തുണി എല്ലാം കൂടെ അതിൻ്റെ അറ്റം ഒന്ന് കെട്ടിയിട്ടിട്ട് ഒരു നൂല് കെട്ടുമോ അല്ലെങ്കിൽ അത് സെറ്റി പിൻ കൊണ്ട് നമ്മളത് അതുവഴി കയറ്റി നമ്മളതിന് പുറത്തേക്ക് കൊണ്ടുവരണം. എന്നിട്ട് അതിൻ്റെ സൈഡെല്ലാം നമുക്ക് ഷേപ്പ് ചെയ്യണം. അതായത് ചിലപ്പോൾ ആ കയറ്റിയിടുന്ന തുണി ചിലപ്പോൾ നീണ്ടൊക്കെ നിൽക്കുമായിരിക്കും നമ്മുടെ ആ തയ്യലിൻ്റെ പുറത്ത്. അപ്പം നമ്മളതിൻ്റെ എല്ലാ എഡ്ജും നമ്മൾ കണ്ടിച്ച് കളയണം. ആ എഡ്ജിൽ നിൽക്കുന്ന തുണിയെല്ലാം കണ്ടിച്ച് അത് ഷേപ്പാക്കണം. എന്നിട്ട് നമ്മൾ ഏറ്റവും രണ്ടറ്റമില്ലേ, ഏറ്റവും രണ്ട് മൂല, ആ രണ്ട് മൂലയെ തയ്ക്കാതെയാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അവിടെ നമ്മൾ ചെറിയൊരു പീസ് അതുപോലെ തുണി വെച്ച് നമ്മൾ അവിടവും കൂടെ തന്നെ ആ ഗ്യാപ്പ് കൂടെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കതിൻ്റെ ചുറ്റും ഔട്ടർ ബോർഡർ തയ്ക്കണം. ആ ബോർഡർ തയ്ക്കുമ്പോൾ വേറൊരു കളറുള്ള തുണി എടുത്ത് ഇച്ചിരി ഭംഗിയായിരിക്കും. ഇത് നല്ല ഭംഗിയാണ്. ഒറ്റ കളർ തുണിയെ ഒക്കെ തയ്ക്കുവാണേലേ, എൻ്റെ കയ്യിൽ ഒറ്റ കളർ തുണിയൊന്നുമില്ല, ഇതേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അതുകൊണ്ടാണ് ഇത് തയ്ച്ചത്. അപ്പോൾ നിങ്ങൾ തയ്ക്കുമ്പോൾ ഒറ്റ കളർ തുണിയാൽ ഇപ്പോൾ ഒരു ചുമല തുണി എടുക്കുവാണെങ്കിൽ വെള്ള ബോർഡർ വെക്കുക, അങ്ങനെയൊക്കെ ചെയ്താൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും നമ്മുടെ ചവിട്ടിക്ക്. എൻ്റെ കയ്യിൽ അത്ര തുണിയൊന്നും ഇല്ലായിരുന്നു, ഉള്ള തുണി കൊണ്ട് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ തയ്ച്ചതാണ് കേട്ടോ. നമ്മൾ തയ്ച്ച ചവിട്ടിയുടെ ആ കളറ് തന്നെ തുണി എടുക്കരുത്. നമ്മൾ ബോർഡർ വെക്കുമ്പോൾ വേറെ എന്തെങ്കിലും ഒരു ഡിഫറെൻറ്റ് കളറ് വെച്ച് വേണം നമ്മളതിൻ്റെ ബോർഡർ തയ്ക്കുവാൻ. ബോർഡർ തയ്ക്കുമ്പോൾ ആദ്യം നമ്മളെടുക്കുന്ന ആ പീസ് തുണി അതിലോട്ടൊന്ന് വെക്കണം, വെച്ചൊന്ന് അടിക്കണം. എന്നിട്ട് നല്ല പുറത്ത് നമ്മൾ അടിച്ചതിന് ശേഷം അത് തിരിച്ച് ഒന്നും മടക്കി ഒറ്റ മടക്കി അഴുകു വശത്തേക്ക് വെച്ച് നമ്മൾ അതങ്ങ് മടക്കി ചുറ്റും കോണർ തിരിച്ച് നമ്മൾ തയ്ച്ച് കഴിയുമ്പോൾ നമ്മുടെ ചവിട്ടി നല്ല റെഡി ആയിട്ടിരിക്കും. ശരിക്കും പൈസ മുടക്കാതെ നമുക്കിതുപോലെ നല്ല പലതരത്തിലുള്ള ചവിട്ടികൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇത് ഞാൻ നോക്കിയിട്ട് എളുപ്പത്തിലുള്ളൊരു ചവിട്ടിയായതുകൊണ്ടാണ് ഇത് ഉണ്ടാക്കിയത്. പിന്നെ വേറൊരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ വീട്ടിൽ വേസ്റ്റ് തുണികളൊക്കെ ഒത്തിരി ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ അത് ഇതിനകത്തെല്ലാം ഫില്ല് ചെയ്ത് വെച്ച് തുണി നമുക്ക് സേഫായിട്ട് ഇരിക്കാൻ നമുക്ക് നന്നായിട്ട് ചവിട്ടി തൂക്കുകയും ചെയ്യാം. നമ്മൾ മേടിക്കുന്ന പ്ലാസ്റ്റിക് കൊണ്ടുള്ള ചവിട്ടിയേക്കാളൊക്കെ ഒത്തിരി നല്ല ടൈലൊക്കെ ഉള്ള തറയിലോട്ട് നമ്മളിത് ഇട്ടാൽ നല്ല സോഫ്റ്റായിട്ട് കിടന്നോളും, തെന്നി പോവുകയില്ല. പ്രത്യേകം ഓർത്തോണേ, ഇത് ചവിട്ടിയുടെ രണ്ടാം ഭാഗമാണ്. ഞാൻ ആദ്യം ഇത് എങ്ങനെയാണ് തുണി മുറിച്ചെടുക്കുന്നതെന്നും അതിന് ഷെയ്ഡ് ചെയ്ത് എങ്ങനെയാണ് വരയ്ക്കുന്നതെന്നും എല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ട്. അത് കണ്ടിട്ടേ ഇത് കാണാവുള്ളേ. 1-2 തവണ നിങ്ങൾ കണ്ടു കഴിയുമ്പം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പം നിങ്ങൾക്ക് ഈസി ആയിട്ടൊരു ചവിട്ടി തയ്ക്കാം. ഒന്നല്ല, നമ്മുടെ വീട്ടിൽ ആവശ്യത്തിന് വേണ്ട ചവിട്ടി നമുക്ക് തന്നെ ഉണ്ടാക്കിയിടാം. പഴയ തുണികളൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ ഇഷ്ടം പോലെ കാണുകയില്ലേ. അപ്പോൾ അത് വെറുതെ കളയാതെ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ വീട്ടിൽ പൈസ മുടക്കാൻ നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം. നമുക്ക് ഉപകാരപ്രദമായ നല്ല ചവിട്ടികൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്താൽ മതിയേ, നമുക്കതൊന്ന് ശരിയാക്കാവേ. ഞാൻ ചെയ്യുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കറക്റ്റ് സമയം കിട്ടാനായിട്ടേ ആ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്തിടണേ.